अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। लड़के हुए दरवाज़ों पे बारीक है पर्दे, दीवारों को आईनों से है मैंने सजाया। मेहमानों के आराम को हाजिर है बिछोने, हर शख्स को सामान ये मुयस्सर नहीं होता। मक्की ने कहा खैर ये सब ठीक है, लेकिन मैं आपके गिराओ ये उम्मीद न रखना। उन नरम बिछौने से खुदा मुझको बचाए, सो जाए कोई उन पर तो फिर उड़ नहीं सकता। അപ്പോൾ മെഹ്മാനൊക്കെ ആറാം കോ ഹാസിർ ഹൈ ബിച്ചോനെ. ഗസ്റ്റുകൾക്ക്, മെഹ്മാനോ എന്ന് പറഞ്ഞാൽ ഗസ്റ്റുകൾക്ക് ആറാം കോ സുഭിക്ഷമായി സന്തോഷത്തോടുകൂടെ നല്ല റാഹത്തോടുകൂടെ ഹാസിർ ഹൈ വരാവാൻ പറ്റും. ബിച്ചോനെ വിരിപ്പുകള്, മനസ്സിലായോ? മെഹ്മാനോ കോ ബിച്ചോനെ ആറാം കോ ഹാസിർ ഹൈ. വിരിപ്പുകളൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്കുള്ള വിരിപ്പുകളാണ്. അത് എന്തിനുള്ളതാണ്? വിരിപ്പുകൾ എന്തിനാണ് സാധാരണ കൊണ്ടുവരില്ലേ? നല്ല സുഖത്തോടു കൂടെ ഉറങ്ങാനല്ലേ. എന്നതുപോലെ ഗസ്റ്റുകൾക്ക് ഈ വിരിപ്പുകൾ ആറാം കോ ഹാസിറായി സന്തോഷത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഹർ ശഖ്സ് കോ സാമാൻ യേ മുയസ്സർ നഹീ ഹോത്താ. എല്ലാ ആളുകൾക്കും ഈ വസ്തുക്കളൊന്നും പെട്ടെന്ന് കിട്ടൂല. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തരികയാണ് എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് പിന്നെ നമ്മൾ റാഹത്തിലും സന്തോഷത്തിലാണ് നിങ്ങളെ വിളിക്കണത്. നമ്മളെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് വരണം. മക്കീനൊക്കെ ഹൈർ, ഓക്കെ, ശരി, ഓക്കെ എന്ന് ആര് പറഞ്ഞു? ഈച്ച പറഞ്ഞു. യെസ് അപ്പ് ടീക്ക്, നിങ്ങളിപ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ലേക്കിൻ പക്ഷേ മേ ആപ്പക്കെ ഗർ ആവും, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കഥ തന്നെ ആയിരിക്കും. ഉമ്മീദിനിരക്കിന, ഇത് നിങ്ങൾ ചിന്തിക്കന്നെ വേണ്ട. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരിക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ചിന്തിക്കണ്ട, മനസ്സിൽ തന്നെ കാണണ്ട. എന്നിട്ടല്ല നേരിട്ട് വരല്ലേ, മനസ്സിൽ തന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് സ്വപ്നം കാണേണ്ട, ചിന്തിക്കണ്ട. എന്നിട്ടല്ല അത് നേരിട്ടുണ്ടാവുക. നേരിട്ട് വരിക എന്നുള്ളത് ഏതായാലും ഉണ്ടാവില്ല എന്ന് ആര് പറഞ്ഞോ? ഈച്ച പറഞ്ഞു. എന്നിട്ട് ഈച്ച പറയാൻ, ഈ മൃദുലമായ വിരിപ്പുകളിൽ നിന്നും, ഈ നേരിയ വിരിപ്പുകളിൽ നിന്നും, വലകളിൽ നിന്നും അള്ളാഹു മുജിക്കോ ബച്ചായ, എന്നെ അള്ളാഹു രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ രക്ഷിച്ചു. സോജായ കോയി, ആരെങ്കിലും അവിടെ പോയി ഉറങ്ങുകയാണെങ്കിൽ, നിങ്ങൾ വിളിച്ച സ്ഥിതിക്ക് നിങ്ങളെ വിരിപ്പിൽ വന്നുകൊണ്ട് ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ഉൻപേ, മനസ്സിലായോ? സോജായി കോയി ഉൻപേത്തോ, അതിൻ്റെ മേലിൽ ആരെങ്കിലും പോയിക്കാട്ട് ഉറങ്ങുകയാണെങ്കിൽ പിർ ഉടനെ ഈസക്ത, പിന്നെ അവിടുന്ന് എഴുന്നേൽക്കാൻ കഴിയൂല. മനസ്സിലായോ? കാരണം എന്താ, അവിടെ കുടുങ്ങിയിട്ടുണ്ടാവും, എവിടെയെങ്കിലൊക്കെ പിന്നെ കുടുങ്ങിയിട്ടുണ്ടാവും, പിന്നെ നിൽക്കാൻ കഴിയൂല. അപ്പം നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. മക്കടേനെ കഹാ ദിൽ മേ സുനി ബാത്ത് ജോ ഉസ്കി ജോ ബാത്ത് സുനി, അയാളുടെ എന്തെല്ലാം വർത്താനോ കേട്ടത്. ആ സമയത്ത് മക്കടേനെ കഹാ ദിൽ മേ മക്കടേനെ കഹാ, മനസ്സിൽ നമ്മുടെ ഈച്ച പറഞ്ഞു. സോറി, ഈച്ചല്ല, ആര്? എട്ടുകാലിയല്ലേ, എട്ടുകാലി പറഞ്ഞു. എന്താ പറയണേ? 500 ഇസേ കിസ് തറഹ് യേ കം ബഖ്ത് ഹേ. ഈ ഈച്ചയെ തൂക്കിലേറ്റിയ ആ നല്ലത്. കിസ് തറഹ് ഇസേ 500, മനസ്സിലായോ? എങ്ങനെയാണ് ഈ ചങ്ങായിനെ തൂക്കിലേറ്റുക? ഈ ഈച്ചയെ എങ്ങനെയാണ് തൂക്കിലേറ്റുക? യേ കംബഖ്ത് ദാനാ ഹേ, ഇത് വളരെ ദൗർഭാഗ്യമാണ്. കംബഖ്ത് പറഞ്ഞാൽ ദൗർഭാഗ്യം. ഹേ ദാന പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു ബുദ്ധി ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ പോവാതിരുന്നത്. അപ്പോൾ ഈ ബുദ്ധിയുള്ള ഈ ഒരു സാധനത്തെ എങ്ങനെയാണ് പിന്നെ തൂക്കിലേറ്റുക? വല്ലാത്ത കഷ്ടകാലം തന്നെയെന്ന് പറയാണ്.
എനിക്ക് കഴിയണില്ല. ഇതിനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാണ്, ബുദ്ധി ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാത്തത്. അപ്പോൾ ഇതിനിപ്പം ഞാൻ എങ്ങനെ കൊന്നൊടുക്കുക, എങ്ങനെ ഒഴിവാക്കുക, ഇതിനെ എങ്ങനെ തൂക്കിലേറ്റുക? എൻ്റെ ഒരു ദൗർഭാഗ്യം, എൻ്റെ ഒരു കഷ്ടക്കാലം, എനിക്ക് അതിനെ പിടിച്ചാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ടെൻഷൻ അടിച്ചാണ്. അതാണ് കമ്പക്ത് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇസേ കിസ് തറ 500 ये दाना कम ये दाना किस तरह उसे 500. അപ്പോൾ അത് അത്ര അവിടെ കെട്ടല്ലേ ഇൻഷാ അല്ലാ. ഓക്കെ, ശരിക്കും പഠിച്ചു വരിക. അസ്സലാമു അലൈക്കും.